വേനൽ രൂക്ഷമായതോടെ വരൾച്ച ഭീഷണിയിലായി മലയോരം. 2024 സമാനമായി പല മേഖലകളിലും വേനൽ മഴ ലഭിക്കാത്തതിനാൽ വരൾച്ചയുടെ തീഷ്ണതയും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. മൂന്നാറിൽ ഉൾപ്പെടെ അൾട്രാവയലറ്റ് സൂചിക ഉയർന്ന നിലയിൽ രേഖപ്പെടുത്തിയതും ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. ജെറിൻ പടിഞ്ഞാറക്കര ചേരുന്നുണ്ട്. ജെറിൻ, കേരളം ചുട്ടുപൊള്ളുന്നു. മലയോര ജില്ലയായ ഇടുക്കിയും വരൾച്ചാ ഭീഷണിയിൽ. പലയിടങ്ങളിലും കുടിവെള്ളക്ഷാമവും അതിരൂക്ഷമായി മാറിയിരിക്കുന്നു. കാർഷിക മേഖലയ്ക്കും തിരിച്ചടിയായിരിക്കുകയാണ് ഈ കടുത്ത ചൂട്. എന്താണ് വിശദാംശങ്ങൾ? വേനൽ അതിരൂക്ഷമായി തന്നെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലും കൂടി ചൂടാണ് വരും ദിവസങ്ങൾ എന്നാണ് കാലാവസ്ഥാ വകുപ്പ് ഇപ്പോൾ നമുക്ക് നൽകുന്ന വിവരം. അതുകൊണ്ട് തന്നെ ആളുകൾ വലിയ രീതിയിലുള്ള ആശങ്കയാണ്. ഈ വേനൽ മഴ ലഭിക്കാത്തതാണ് വലിയൊരു ആശങ്ക സൃഷ്ടിക്കുന്നത്. ശരാശരി മുൻ വർഷങ്ങളെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ സമയം 83 മില്ലിമീറ്റർ മഴ നമുക്ക് ലഭിക്കേണ്ട സമയമായിരുന്നു. എന്നാൽ നമുക്കിപ്പോൾ പോലും 35 മില്ലിമീറ്റർ മഴ മാത്രമാണ് ലഭിച്ചിരിക്കുന്നത്. അതായത് കഴിഞ്ഞ വർഷങ്ങളൊക്കെ പെയ്തതിന്റെ പകുതി അളവിൽ പോലും നമുക്ക് വേനൽ മഴ ലഭിച്ചിട്ടില്ല. അത് രൂക്ഷമായി തന്നെ ഇടുക്കി ജില്ലയുടെ അണക്കെട്ടുകൾ ഉൾപ്പെടെ രൂക്ഷമായി തന്നെ അത് ബാധിച്ചിട്ടുണ്ട്. ഇടുക്കി അണക്കെട്ടിന്റെ കാഴ്ചകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ 8 അടി മുൻവർഷങ്ങളെ അപേക്ഷിച്ച് 8 അടിയോളം കുറവാണ്. അത് വൈദ്യുതി ഉൽപ്പാദനത്തെ സാരമായി തന്നെ ബാധിക്കുന്ന ഒരു കാഴ്ച ഉണ്ട് എന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ബാക്കി വൈദ്യുതിയുടെ അളവ് പോലും ഈ വേനൽ രൂക്ഷമായതുകൊണ്ട് തന്നെ വൈദ്യുതി ഉപയോഗിക്കുന്നതിന്റെ അളവ് പോലും കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വൈദ്യുതി ഉൽപ്പാദനം എങ്ങനെയെന്ന് അടുത്ത വരും ദിവസങ്ങളിൽ അത് പ്രതിസന്ധി സൃഷ്ടിക്കുമോ എന്ന് നമുക്ക് കണ്ടറിയണം. പവർ കട്ടില്ല എന്ന് സർക്കാർ ആവർത്തിച്ച് പറയുമ്പോഴും ഈ വൈദ്യുതി ഉൽപ്പാദനം രൂക്ഷമായാൽ പവർ കട്ടിലേക്ക് അടക്കമുള്ള കിടക്കേണ്ട സാഹചര്യങ്ങളിലേക്ക് വരുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മറ്റേ തേക്കടി പോലുള്ള അണക്കെട്ടുകൾ നോക്കുകയാണെങ്കിൽ ജലനിരപ്പ് ഇപ്പോൾ 110 അടിയിലേക്ക് എത്തിയിരിക്കുന്നു. അതായത് തേക്കടിയിലെ ബോട്ടിങ് വളരെ പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. മരക്കുറ്റികളിലും അതോടൊപ്പം തന്നെ കൂടുതൽ മണ്ണൊക്കെ അടിഞ്ഞു ചേർന്നുകൊണ്ട് തന്നെ ബോട്ടിംഗ് സുഗമമായി തേക്കടിയിൽ നടക്കാൻ സാധിക്കാൻ വരുന്നില്ല. അത് തേക്കടി ടൂറിസത്തെ ബാധിക്കുന്നതിന് പുറമെ ഏറ്റവും രൂക്ഷമായി തന്നെ കുമളി ചക്കുവള്ളം പ്രദേശങ്ങളിലുള്ള ഒരു ജലലഭ്യതയെ രൂക്ഷമായി തന്നെ ബാധിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നുണ്ട്. ഇവർക്ക് ഇവിടുന്ന് വെള്ളം എത്തിക്കുമെന്നൊരു ആശങ്ക ഇപ്പോൾ ഈ ഇരു പഞ്ചായത്തുകൾക്കുമുണ്ട്. ഇതിനു പുറമെയാണ് തമിഴ്നാട്ടിൽ വീരപാണ്ഡ്യ ഉത്സവമൊക്കെ നടക്കുന്ന ഒരു സാഹചര്യം വരുന്നു. അപ്പോൾ തമിഴ്നാട് തന്നെ കൂടുതൽ വെള്ളം കൊണ്ടുപോവുകയാണെങ്കിൽ ഈ തേക്കടിയിലെ ജലനിരപ്പ് വളരെ വലിയ രീതിയിലേക്ക് താഴ്ന്നൊരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. അത് വലിയ രീതിയിൽ തന്നെ ബാധിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെയാണ് ഏലം പോലുള്ള കാർഷിക മേഖലയിൽ തീർച്ചയായിട്ടും ഇപ്പോൾ ഏലത്തിനൊക്കെ വില ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഓരോ ദിവസവും വില ഉയർന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. ഇത്തരത്തിലൊരു സാഹചര്യം വരുമ്പോൾ ഏലത്തിന് ആവശ്യമായ വെള്ളം എത്തിക്കാൻ കർഷകർക്ക് സാധിക്കുന്നില്ല. ഏലം മാത്രമല്ല, മറ്റ് കൃഷി ആവശ്യങ്ങൾക്കൊന്നും തന്നെ വെള്ളം എത്തിക്കാൻ സാധിക്കുന്നില്ല. കൃഷികൾക്ക് വെള്ളം എത്തിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞതുപോലെ കുടിവെള്ളത്തിനും വെള്ളം പല മേഖലയിൽ ഇപ്പോൾ തന്നെ രൂക്ഷമായി തന്നെ വന്നിട്ടുണ്ട്. പല തോടുകളും അതോടൊപ്പം തന്നെ കിണറുകളൊക്കെ മുൻ വർഷങ്ങളിലൊക്കെ ജലലഭ്യത വളരെ ഉണ്ടായിരുന്ന തോടുകളും കിണറുകളും ഒക്കെ ഇത്തവണ വരൾച്ചയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അത് മുമ്പ് സൂചിപ്പിച്ചത് തന്നെ ഒരു വലിയ ഒരു വരൾച്ചയുടെ ഒരു ആശങ്കയാണ് ഇപ്പോൾ ഈ പ്രദേശത്തുള്ള ആളുകളെല്ലാം നമ്മളോട് പങ്കുവയ്ക്കുന്നത്. ഷിബിൻ, ജെറിൻ, നമുക്കറിയാം ഈ അവധിക്കാലം ആഘോഷിക്കാൻ നിരവധി സഞ്ചാരികളാണ് വിദേശീയരും സ്വദേശീയരും അടക്കം ജില്ലയുടെ പല മേഖലകളിൽ എത്തുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ജെറിൻ സൂചിപ്പിച്ചതുപോലെ തേക്കടിയിൽ ജലനിരപ്പ് കുറഞ്ഞിരിക്കുന്നു. ഈ ഒരു അവസരത്തിൽ തേക്കടിയിലെ ബോട്ടിങ്ങിനെ ഇത് എത്രമാത്രം ബാധിക്കും? തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ KTDCയുടെയും അതോടൊപ്പം തന്നെ വനംവകുപ്പിന്റെയും ബോട്ടുകളാണ് തേക്കടിയിലുള്ളത്. ഈ രണ്ട് ബോട്ടുകളും നേരത്തെ 120 ടിക്കറ്റുകളൊക്കെ വിറ്റുകൊണ്ടിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 80-40 എന്ന രീതിയിലേക്ക് ടിക്കറ്റുകൾ എത്തിച്ചു വന്നിട്ടുണ്ട്. ജലനിരപ്പ് 110 അടിയിലേക്കൊക്കെ താഴ്ന്നു. ഒരു അടി കൂടി താഴ്ന്നാൽ ചിലപ്പോൾ ബോട്ടിംഗ് വരെ നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം തേക്കടിയിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ വേനലിനെ അവഗണിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നോക്കിയതാണ് ജില്ലയിലേക്ക് സഞ്ചാരികളുടെ വലിയൊരു ഒഴുക്ക് നമ്മൾ കണ്ടിരുന്നു. ഏകദേശം 76 സഞ്ചാരികളാണ് കഴിഞ്ഞ ഒരു ഈസ്റ്റർ വിഷു അവധി ദിവസങ്ങളിലൊക്കെ ഈ ജില്ലയുടെ പല ഭാഗങ്ങളായിട്ട് എത്തിയിരിക്കുന്നത്. ഈ DTPC തന്നെ പുറത്തുവിട്ട ഒരു കണക്കിൽ ഇത്തരത്തിലുള്ള തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. എന്നാൽ തേക്കടി പോലുള്ള സ്ഥലങ്ങളിൽ ബോട്ടിംഗ് ഇല്ലാതെ വരികയും ഒക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം, ഈ സഞ്ചാരികൾക്കായി മറ്റ് ആക്ടിവിറ്റികൾ ഇല്ലാതെ വരുമ്പോൾ തന്നെ ഈ മേഖലയിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണം കുറഞ്ഞു വരും. ഈ വാഗമൺ പോലുള്ള മുട്ടക്കുന്ന് നോക്കിയാലും പകൽ സമയങ്ങളിൽ രൂക്ഷമായി ചൂട് അനുഭവപ്പെടുന്നു. മുമ്പ് സൂചിപ്പിച്ചല്ലേ മൂന്നാർ ഉൾപ്പെടെ അൾട്രാവയലറ്റിന്റെ കണക്കുകൾ രൂക്ഷമായിക്കൊണ്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിലേക്കൊക്കെ എത്താൻ ആളുകൾ മടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇത് ജില്ലയിലെ ടൂറിസം മേഖലയെ സാരമായി തന്നെ ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാനാണ് സാധ്യത. ഷിബിൻ, ജെറിൻ, ഒപ്പം തന്നെ കാലവർഷ സമയത്ത് കലിതുള്ളി ഒഴുകിയ പെരിയാർ നദി അടക്കം വരണ്ടുണങ്ങിയ ഒരു സാഹചര്യം. പല മേഖലകളിലും കിണറുകൾ അടക്കം വറ്റി വരണ്ടിരിക്കുന്നു. കുമളി മേഖലയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാണ്. തീർച്ചയായിട്ടും കുമളിയുടെ പല ഭാഗങ്ങളിലും ഇപ്പോൾ ടാങ്കറുകളിൽ വെള്ളം എത്തിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ചക്കുവളം കുമളി ജലാശയത്തെ സംബന്ധിച്ചിടത്തോളം അവിടുന്ന് പമ്പിംഗ് ഒരു വലിയ രീതിയിൽ നടക്കുന്നില്ല. കാരണം അവിടെ ഈ ടണലിലേക്ക് വെള്ളം അധികമായി എത്തിയാൽ മാത്രമേ വലിയ തോതിലുള്ള പമ്പിംഗ് നടക്കുകയുള്ളൂ. എന്നാൽ മുമ്പ് സ്ഥാപിച്ചിരുന്ന സ്ഥലത്തിൽ നിന്ന് മോട്ടോറുകൾ മറ്റു താഴേക്കൊക്കെ സ്ഥാപിച്ച് പമ്പിംഗ് സുഗമമാക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെയാണ്
പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിവിധ സ്ഥലങ്ങളിൽ ടാങ്കറുകളിലാണ് ഇപ്പോൾ കുടിവെള്ളം എത്തിക്കുന്നത്. തീർച്ചയായിട്ടും ഈ പമ്പിംഗ് ലൈൻ തന്നെയാണ് ചക്കവള്ളം പഞ്ചായത്തിന്റെ ഒരു ഭാഗത്തിലേക്കും പോകുന്നത്. ഇവിടെയും രൂക്ഷമായി തന്നെയും ജലലഭ്യത, കുടിവെള്ളം സ്രോതസ്സുകൾ കുറയുന്നൊരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. പണ്ടിപ്പിലാർ പോകുന്ന മേഖലകൾ നോക്കുകയാണെങ്കിൽ തന്നെ തോട്ടം മേഖലയുടെ ഭൂരിഭാഗവും ഒരു കിണറ്റിൽ, അത് പ്രധാനമായ ഒരു കിണറ്റിൽ നിന്നൊക്കെ നമ്മൾ നേരത്തെ സ്റ്റോറിയൊക്കെ ചെയ്തതാണ്. പ്രധാനമായ ഒരു കിണറ്റിൽ നിന്നാണ് നേരത്തെയൊക്കെ അവർ വെള്ളം കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ആ ജലാശയം പോലും പറ്റുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇത് കുടിവെള്ള സ്രോതസ്സിനെയും അതോടൊപ്പം തന്നെ കൃഷിയൊക്കെ സാരമായി തന്നെ ബാധിക്കുന്ന ഒരു കാഴ്ച കാണുന്നുണ്ട്. കേരളം ചുട്ടുപൊള്ളുന്നു. വേനൽ രൂക്ഷമായതോടെ വരൾച്ച ഭീഷണിയിലാണ് മലയോരം. 2024 സമാനമായി പല മേഖലകളിലും വേനൽ മഴ ലഭിക്കാത്തത് വരൾച്ചയുടെ ലക്ഷണമായും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മൂന്നാറിൽ ഉൾപ്പെടെ അൾട്രാ വയലറ്റ് സൂചിക ഉയർന്ന നിലയിൽ രേഖപ്പെടുത്തിയതും ആളുകളിൽ ആശങ്ക സൃഷ്ടിക്കുന്നു. ഒപ്പം തന്നെ പല മേഖലകളിലും ജലസ്രോതസ്സുകൾ വറ്റി വരണ്ടിരിക്കുന്നു. കുടിവെള്ളക്ഷാമം രൂക്ഷം. പലയിടങ്ങളിലും വെള്ളം വില കൊടുത്തു വാങ്ങേണ്ട ഗതികേടിലേക്ക് എത്തിയിരിക്കുകയാണ് ആളുകൾ.